മെഹ്റ മെഹ്റ ആളാണ് നമുക്ക് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. ഫുൾ ഹോംലി ഫുഡാണ്, അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കണ്ടില്ല ഇതേ ഇതൊക്കെ ഈ ഒരു ബോട്ട് മൊത്തം നമുക്ക്. അതെ ജോൺസ് ഉണ്ട്. ജോൺസ് സെറ്റല്ലേ നീ? അല്ല അപ്പം ഇനിയും വരും എന്ന് വിശ്വസിച്ചിട്ടാണ് ഇവിടുന്ന് പോകാൻ പോണേ. എന്തേ ലാസ്റ്റായിട്ട് ഡാലിലേക്ക് ഒന്നുകൂടി കണ്ടോട്ടാ. അതെ ഇത് ആളുടെ മോൻ്റെ അല്ല കസിൻ്റെ മോനാട്ടാ. ഹേ ചോട്ടു ഹേ ചോട്ടു ഹേ ചോട്ടു. പുള്ളിക്കാരന് ഇത്തിരി നാണം കൊള്ളാൻ ആളേനാ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിന്ന് പോകാൻ പോണത് ജമ്മു, അവിടെ നിന്ന് പഞ്ചാബ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വരുമ്പോൾ കണ്ട റൂട്ട് തന്നെയാണ്. അപ്പോൾ അത് കാരണം അത് കാണിച്ച് ബോറടിപ്പിക്കണില്ല. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ജമ്മുന്ന് അല്ല ഇവിടുന്ന് ശ്രീനഗറിൽ നിന്ന് നേരെ പഞ്ചാബ് എത്തേണ്ടതായിരിക്കും കാണിക്കുക. പഞ്ചാബിലെ അമൃത്സർ അല്ലെങ്കിൽ വാഗ ബോർഡറാ ഗോൾഡൻ ടെമ്പിൾ ആ ഭാഗത്തേക്ക് എവിടെയാണ് സ്റ്റേ ചെന്നതായിരിക്കും കാണിക്കാം. അവിടുത്തെ റൂമിൻ്റെ അവിടെ എത്തിയാൽ നമ്മളിനി കാണാം. ഓക്കെ അപ്പോൾ നമ്മൾ പോണ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ ഓവറായിട്ട് നിന്ന് കാണിക്കണമെന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് സാധാരണ എന്താ പറയുക, നമ്മൾ 2 ദിവസം ലൈറ്റായി ഇവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് വീണിട്ട് റോഡ് ആകെ ക്ലോസ്ഡ് ആയിരുന്നു. അത് കാരണം ഇവിടെ നിന്ന് ഓരോ ദിവസമാണ് വണ്ടികൾ വിടണേ. ജമ്മുന്ന് ഒരു ദിവസം ശ്രീനഗറിലേക്കും, ശ്രീനഗറിൽ നിന്ന് ഒരു ദിവസം ജമ്മുവിലേക്കും വണ്ടികൾ വിടണം. ഇന്ന് ശരിക്കും ജമ്മുന്ന് ശ്രീനഗറിലേക്ക് വരുന്ന ദിവസമാണ്. ഇന്നലെ നമ്മൾ സാൻഡപ്പനെയും കണ്ടു. സാൻഡപ്പൻ മിനിഞ്ഞാന്നായിരുന്നു വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടേക്ക് വരുന്ന ദിവസമായിരുന്നു ശ്രീനഗറിലേക്ക്. പക്ഷെ ഇന്ന് നമുക്ക് എന്താവോ അറിയില്ല. ഇന്ന് ശരിക്കും റോഡ് ക്ലോസ്ഡ് ആണ്. പക്ഷെ നമ്മൾ ട്രാവലിംഗ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് പോണേ ബൈക്കല്ലേ. അപ്പോൾ എന്തായാലും പോണ് ബ്രോ. ബൈ 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 ബൈ. ഓക്കെ മാ, സീ യു അഗൈൻ. ചോട്ടു അപ്പോൾ നമുക്കിനി മെല്ലെ വിടാം. ജോൺസ് പോവല്ലേ? അപ്പോൾ പേര് മറക്കടിക്കോ, സ്മൈൽ ബിഗിൻസ് കേട്ടോ. ഇതേട്ടാ നമ്മുടെ റൂം. പോട്ടെ, ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം കാണാം. ഇനി എന്താണെന്ന് അടുത്ത പ്രാവശ്യം ഒന്നും അറിയില്ല എന്താന്ന്. എന്തായാലും എന്തെങ്കിലുമൊക്കെ വരണം, ഫ്രണ്ട്സായിട്ടൊക്കെ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് എന്തെങ്കിലുമൊക്കെ വരും. എല്ലാവരും ഒരു ആഗ്രഹമല്ലേ. അതെ ദാൽ ലൈക്ക് ശരിക്കും മതിയാവില്ല, തണവ് മതിയാവില്ല അല്ലേ ജോൺസേ? പ്രാന്താവും കേട്ടോ. 2 ദിവസം നിൽക്കുമ്പോഴേ ശരിക്കും നമുക്ക് മടുക്കും. പക്ഷേ നമുക്ക് ഈ ഒരു ഫാമിലി ട്രീറ്റിംഗ് ഇവിടെ കിട്ടണ തന്നെ നമുക്ക് ഫീൽ ഇല്ല, കുഴപ്പമില്ല. എന്താ ചെയ്യുക, പിന്നെ ഈ വെയിലിൽ നിന്ന് 2 ദിവസം നമുക്ക് നല്ല വെയിൽ കിട്ടുന്നുണ്ട്, അങ്ങനെ കുഴപ്പമില്ല. ഇന്നലെ പെട്ടെന്ന് വെയിൽ പോയി, എന്നിട്ട് പോയി പിന്നെയും പെട്ടെന്ന് ഒരു വെയിൽ വരവോ വന്നു കൊണ്ട് വൈകിട്ട്. നമ്മൾ സാധനപ്പേണ്ട കാണാൻ ഇറങ്ങി അപ്പം തന്നെ വെയിൽ പോയി. പിന്നെ ഞങ്ങൾ കണ്ടപ്പോൾ എന്തോ ഭയത്തിന് ലൈറ്റ് വന്നു, അല്ലെങ്കിൽ ആ വീഡിയോ എടുക്കുന്ന ഒരു ഭംഗി കിട്ടില്ല മൊത്തത്തിൽ. ഇനി എന്താ പറയുക, പഞ്ചാബ് ഇതിൽ കാണല്ലോ. ഇനി ശ്രീനഗറിൽ നിന്ന് പഞ്ചാബ് എത്തേണ്ട കാണലോടാ. നമ്മുടെ സ്ഥലത്താറായിട്ടാ. അതെ നമ്മളിന്ന് 11ലേക്ക് പോണേ. നമ്മുടെ ബൈക്ക് അവിടെ വെച്ചേക്കണേ. നമ്മുടെ ലഗേജോടെ കണ്ടില്ലേ, ഒക്കെ ചെളിയിൽ മുങ്ങിയിട്ടിരിക്കണേ. ഓ കാലൊക്കെ നോക്കി, അല്ല ഷൂ ഒക്കെ നോക്കി. എൻ്റെ അമ്മ കളറൊക്കെ മാറി, ഗ്രേ കളറായിരുന്നു. ഇപ്പം അതിനിപ്പോൾ ഡാർക്ക് ബ്ലൂ ആയി. നിൻ്റെയാ? നിൻ്റെ ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ കാശ്മീർ വേണമെങ്കിൽ പിന്നെയും പറയടാ, മുദാസിർ ബ്രോഡിൻ്റെ നമ്പറിലേക്ക് വിളിക്കുക. ശരിക്കും ഒരു ഫാമിലിയിൽ താമസിക്കുന്ന പോലത്തെ ഫീൽ തന്നെയാട്ടോ. ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം നമുക്ക് അങ്ങനത്തെ ഫീൽ ചെയ്തു. ഒരു 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസം നമ്മളിവിടെ സ്റ്റേ അടിച്ചു. 3 ദിവസം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോയി, 2 ദിവസം നമ്മളായിട്ട് എക്സ്പ്ലോർ ചെയ്തു പരമാവധി. പിന്നെ 1 ദിവസം വണ്ടിക്ക് വേണ്ടി കളഞ്ഞു. അങ്ങനെ എന്നാലും പിന്നെ ആളുടെ അമ്മ കുക്കിങ്ങും വേറെ ലെവലാണ്. പിന്നെ അതുപോലെ നമുക്ക് എന്താ പറയുക, ഡ്രസ്സ് അലക്കേണ്ട കാര്യത്തിലും മൊത്തം ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. കാരണം നമുക്ക് ഡ്രസ്സ് അലക്കിയിട്ട് പെട്ടെന്ന് ഉണങ്ങില്ല, തണവല്ലേ. അപ്പോൾ ഇവരെന്നെ ആയിട്ട് എന്താ പറയുക, ഇവരെന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് തന്നു. അത് കാരണം ഇവരെ അമ്മമാരി ട്രീറ്റിങ്ങാണ് നമ്മൾ ചെയ്യണേ. ശരിക്കും നമ്മുടെ വീട്ടിൽ നമ്മളെങ്ങനെ അമ്മമാർ സഹായിക്കുക അതുപോലെ ചെയ്തു. ഞങ്ങൾ പുറത്തേക്ക് പോയി റിട്ടേൺ വരുമ്പോഴാണ് ശരിക്കും കണ്ടത്. ഞങ്ങൾ എന്തെങ്ങനെയൊക്കെ ചെയ്യണേ, അത് അവരുടെ ഡ്യൂട്ടിയാണ്. നമുക്ക് എന്ത് ഡ്യൂട്ടി, നമ്മുടെ ആരെങ്കിലും ഇത് ചെയ്യുമോ? മറ്റുള്ള ഡ്രസ്സ് നമ്മൾ നാച്ചുറലായിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് സാധനം കിട്ടുമോ അലക്കി. അപ്പോൾ ഉണങ്ങാനുള്ള ടൈം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും നമുക്ക് പുറത്തേക്ക് പോകുന്ന ടൈമായി. കാരണം എന്തായാലും കുറച്ച് സമയം എടുക്കും. കാരണം ഇവിടെ കറണ്ട് പോക്ക് ഇത്തിരി കൂടുതലായിരുന്നു. ഈ കാശ്മീർ കയറി കഴിഞ്ഞാൽ അറിയാം, ഈ ശ്രീനഗറിൽ എസ്പെഷ്യലി കറണ്ട് പോക്കും ഇതൊക്കെ പെട്ടെന്ന് കൂടും. ഒരു 4 മണിക്കൂർ കൂടുമ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ പോകും. പക്ഷേ ഇവിടെ ജനറേറ്ററൊക്കെ ഉണ്ട്, എല്ലാം കൊണ്ടും പക്കയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തോന്നും കൂടിയും ഇവരുടെ കാര്യമാണ്. അപ്പോൾ മെയിനായിട്ട് വരാം ഇവിടേക്കൊക്കെ വന്നിട്ട് ഇതൊക്കെ ഹൗസ് ബോട്ടാട്ടോ. ഒക്കെ അതിനുള്ള ചീപ്പായിട്ടുള്ള നമുക്ക് അവിടെ കിട്ടിയേക്കണേ. ഇതൊക്കെ 1000, 2000 ആ റേഞ്ചിലുള്ള ഹൗസ് ബോട്ടുകളാണ്, മനസ്സിലായോ? ലക്ഷറി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതിൽ. കാരണം ഇത് ഫ്രണ്ടേജ് ലുക്കാട്ടോ. നമ്മുടെ കുറച്ച് എന്താ പറയുക, ജസ്റ്റ് ഒരു 500 മീറ്റർ ഉള്ളിൽ പോകണം. അതായത് ജസ്റ്റ് ഒരു 2 യൂട്ടേൺ അല്ല ജോൺസ്, 500 ഇല്ല മാക്സിമം പോളോ? 500 മീറ്റർ. പക്ഷേ ഇവിടത്തെക്കാട്ടും ഇത്രയും കൂടി ഒരു രസം നമ്മുടെ അവിടെ ഉള്ളിൽ നമ്മള് ഡാൽ ലേക്കിന്റെ കറക്റ്റ് സെന്ററിൽ എന്ന് പറയാം.
കാരണം എന്താ പറയുക, അപ്പുറം ഇപ്പുറം നമ്മുടെ മുമ്പിൽ നോക്കിയാലും സൈഡിൽ നോക്കിയാലും എവിടെ റൈറ്റിൽ നോക്കിയാലും ഒരു മറ്റേ ഇതാണ് ഏത് മൊത്തം ഈ ഒരു ഹൗസ് ബോട്ടുള്ള. അപ്പോൾ മറക്കരിക്കോ ആളുടെ നമ്പറും സാധനങ്ങളൊക്കെ ഞാൻ ഇടാം കേട്ടോ. ബോട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ നമ്മുടെ ആശാന്ത എവിടെ ഇരിക്കുന്നുണ്ട് ഫുൾ ഓൺ ഫുൾ പവറിൽ. ഇനി ഇതിലേക്കല്ലോ കുറച്ച് ലാഗേജ് കുത്തി കയറണം. ഇതൊക്കെ നമ്മുടെ 3 ദിവസം ബ്രോ. മിസ് യു ബ്രോ. താങ്ക് യു ബ്രോ. യാ ഷുവർ. അപ്പോൾ അതെ വിട പറയാട്ടോ. ശരിക്കും നമ്മുടെ ചേട്ടനെ വേണ്ട ബ്രോ, ഫ്ലോ കളയല്ലേ. അപ്പോൾ നമ്മുടെ ചേട്ടനെ മിസ് ചെയ്യണ പോലത്തെ ശരിക്കും ഒരു 5 ദിവസം നമ്മുടെ ചേട്ടൻ തന്നെയായിരുന്നു, മനസ്സിലായ. അപ്പോൾ അങ്ങനെ നമുക്കിനി പോവാം, നല്ല ലേറ്റ് ആവും. ബൈ ബ്രോ. അപ്പോൾ നമ്മുടെ വണ്ടി സെറ്റ് ആയിട്ടാ, ഫുൾ പവറാ. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കാട്ടാ. അവസാനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരള ടു കാശ്മീർ വരെയുള്ള ഈ ഒരു യാത്ര കഴിഞ്ഞു. നമ്മൾ തിരിച്ച് കാശ്മീർ ടു കേരള പോവാം തിരിച്ച്. അത് വലിയ ടാസ്ക് തന്നെ. എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം കേട്ടോ, നല്ല രീതിയിൽ. ഇതുവരെ ഞങ്ങളെല്ലാ രീതിയിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു നിങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു കേട്ടോ. എന്താ പറയുക, ഇനി പോവും നാടെത്തുന്നവരെ ഞങ്ങൾക്ക് ഇങ്ങനെ സെയിം സപ്പോർട്ട് തന്നോളൂ കേട്ടോ. എന്താ പറയുക, ഞങ്ങൾ വലിയൊരു സ്വപ്നം ഞങ്ങൾ നിറവേറ്റി, പകുതി വരെ നിറവേറ്റി. ഇനി തിരിച്ച് നാട്ടിലേക്ക് എത്തണം, വേറെ പ്രശ്നം തന്നെ എത്തട്ടെ. അപ്പോൾ നമ്മൾ തെറിച്ചു കേട്ടോ അല്ലേ, കാലിലേക്ക് ഷിക്കാര. അപ്പോൾ പോവാം. നമ്മളിതേ നിൽക്കണതല്ലേ ശ്രീനഗർ റൂട്ടിലാട്ടോ. അതെ, അവിടെ നമ്മൾ വന്നേ. അതെ, ഇത് ജമ്മു പോണ വഴി. ഇവിടെ കണ്ടില്ലേ, ഇത് ഞങ്ങൾ കവർ ചെയ്യാണ്ടിരുന്ന തന്നെയാണ്. കാരണം കവർ ചെയ്യാൻ ചിലൊരു സ്ഥലത്ത് കവർ ചെയ്യാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആൾ ഫുൾ പവറായി. കണ്ടില്ലേ, ഇതാണ് സ്റ്റാർ ക്രിക്കറ്റ് സ്പോർട്സ് ബാറ്റിൻ്റെ ഏരിയ കേട്ടോ. ഇത് സംഘം എന്ന് പറഞ്ഞ സ്ഥലമാണ്. സംഘാണോ സിംഗാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ സ്ഥലത്താണ്. അതെ, ഇതാണ് ബാറ്റുകൾ കേട്ടോ. മെയിനായിട്ട് ബാറ്റ് ഉണ്ടാക്കണത് കാശ്മീരാണെന്നറിയാലോ. കണ്ടില്ലേ, ഇതേ ഇല്ലാത്ത ബാറ്റുകളില്ലേ കേട്ടോ. വില്ലോ കാശ്മീർ വില്ലോ. ഭായി കാശ്മീർ വില്ലോനാ എന്താ भाई मॉन्ग स्टाइल हेडन यूज कर रहा था ना इसको. अरे हेडन. हाँ हेडन ऑस्ट्रेलिया का हेडन. मॉन्ग स्टाइल पहले यूज कर रहा है. അതെ ഓസ്ട്രേലിയ ഹെയ്ഡൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് ബാറ്റ് ആട്ടത്. എന്താ മറ്റേ ഹോക്കി ബാറ്റ് പോലെ അല്ലേ. ഓക്കെ, അതെ നമുക്കിനി ഇതേ ഇവർ കണ്ടില്ലേ, ഇവർ ഹോൾസെയിലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ടീമുകളാട്ടാ. അപ്പോൾ നമ്പറൊക്കെ ഞാൻ പറയേണ്ടി. ഇവിടെ നമ്പർ എങ്ങനെയാണെങ്കിൽ 98 58 62 99 04 സ്റ്റാർ ക്രിക്കറ്റ് സ്പോർട്സ്. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കാം കേട്ടോ. ഹോൾസെയിലായിട്ട് ഡീൽ ചെയ്യാം നമുക്ക് ഇവിടെ കേട്ടോ. ഇനി നമുക്ക് ഇവരെ ഈ ഗല്ലിയിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ ഒരു വീട് കേട്ടോ. ഇവരുടെ മെയിൻ വ്യവസായം തന്നെ ഇതാ, കണ്ടില്ലേ, ഇത് അവരുടെ വീട്. അതുപോലെ ഇതാ വില്ലോ എന്ന് പറഞ്ഞാൽ തടിയാട്ടാ. കണ്ട ക്രിക്കറ്റിൻ്റെ മറ്റേ ബാറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കണം. കണ്ടാ നോക്കിയാൽ പുള്ളിയല്ലേ. ഇതവരുടെ ഒരു വീട്. ഇതവിടുത്തെ ചേച്ചിരിക്കണു. ആവോ പോയി വില്ലോ കാശ്മീരി विल्लो भाई. हाँ हाँ ये लकड़ी इसमें यूज हो जाती है. अरे इसका पहले वी शेप बनाया जाता है. हाँ, फिर इसमें एक हैंडल जैसा होता है. ये आधे में वी शेप ഉണ്ടാക്കും. उसके बाद हैंडल लगाया जाता है ऐसे. മറ്റേ വടി വെക്കുന്നു, അതായത് ഹാൻഡിൽ ഫിക്സ് ചെയ്യുന്നു കേട്ടോ. फेविकोल लगाया जाता है. फिर उसके बाद इसको 2-4 घंटे के लिए सुखाने के लिए सीजन पूरा हो जाता है इसका. तो फिर ये फिक्स हो जाता है. उसके बाद प्रेस लगाया जाता है. ओके भाई. उसके बाद फिर इस फैक्ट्री पे पहले थोड़ा करोड़ शेप बनाया जाता है. പണീൻ്റെ കുറച്ച് പണീൻ്റെ കാണുന്ന പോലെയല്ല ഇവിടെ. പക്ഷെ ഇപ്പം പണിയില്ല. പക്ഷെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് വി ഷേപ്പ് ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ ഹാൻഡിൽ ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് ആ ഫെവിക്കോൾ ഇടും, എന്നിട്ട് 2 മണിക്കൂർ മറ്റേ മെഷീൻമേ സ്റ്റാൻഡ് ചെയ്ത് വെക്കുന്നു. കണ്ടില്ലേ ഇതേപോലെ. ഇതൊക്കെ അങ്ങനെ വെച്ചേക്കണതാ. കണ്ടാ ഷേപ്പ് കണ്ടാ നോക്കിയാൽ ഒക്കെ പക്ക എടുത്ത് എറിയവര്. ഇതായിട്ടാ പച്ച ബാറ്റ് നോക്കിയാൽ. കണ്ടില്ലേ നമ്മൾ കളിക്കുന്നതും കളിക്കണ്ടായിരുന്നൊക്കെ ഇങ്ങനത്തെ ഷേപ്പ് ബാറ്റുകളാട്ടോ. നോക്കിയാൽ പല പല വെറൈറ്റികൾ. കേരളം കുറച്ച് നാളായിട്ട് വിചാരിച്ചതാ, പക്ഷേ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രീനഗർ റൂട്ടിൽ തന്നെ കിട്ടിയത് നമുക്ക്. വേറെ അവിടെ ശ്രീനഗറിൽ നിറച്ച് ഇങ്ങനത്തെ കടകളാണ്.
പക്ഷേ ഇതൊരു ഗല്ലിയ മൊത്തം അവരുടെ കണ്ടാ. പിന്നെ അവരുടെ സ്ഥലം സൂപ്പറാ എന്തായാലും. ठीक है भाई चलो താങ്ക് യു താങ്ക് യു ധന്യവാദ്. ഇവർക്കൊക്കെ ഭയങ്കര ആക്റ്റീവാ ഇവർ. അതുപോലെ കുഞ്ഞെ ബാറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ട പിള്ളേർക്ക് ഉള്ള ടൈപ്പ് ചെറുത്. നമുക്ക് വിടാം അപ്പോൾ ടി കെ ജി ആളാണ് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ആളുടെ അടുത്ത്. ആള് ആദ്യം ഓഫായിരുന്നു, പിന്നെ ഓക്കെ. വൈജി ആപ്കാ നാം? ഇഷ്ഫാഖ് ഖാൻ ഓക്കെ ബൈ. അപ്പോൾ ആളെന്തായാലും ഫുൾ പവർ ആയി. ജോൺസ് പോവല്ലേ അങ്ങനെ ബാറ്റ് ആക്കണം കണ്ടില്ലേ? ബാറ്റ് ഉണ്ടാക്കണം ഞാൻ പല വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ കാശ്മീർ വന്നിട്ട് നമ്മുടെ ഈ വില്ലോൻ്റെ എന്താ പറയുക സ്പോട്ടിൽ തന്നെ വന്നിട്ട് നമുക്ക് പിടിക്കാൻ പറ്റിയത് നന്നായി എന്തായാലും. ആടാ ഇവിടെ അങ്ങോട്ട് മൊത്തം ഇങ്ങനത്തെ ഏരിയ കേട്ടാ. ഇതും ഇത് അവിടെയും ഒക്കെ ഇങ്ങനത്തെ കല്ലുകളാ ആടാ. ഇനി നമുക്ക് പോവാം. ഇനി 10 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് നമുക്ക് ജമ്മുവിലേക്ക് കേട്ടാ. അപ്പം പിന്നെ റൂട്ട് പിടിക്കാം. നമുക്ക് തന്നെ വണ്ടി നൈസായിട്ട് ഒരു പണി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വഴിയിൽ കുണ്ട് കുഴിക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ചാടി നമ്മുടെ പ്ലഗിൻ്റെ ഇത് ഊരിപ്പോയി, മറ്റേ ഒരു സ്ക്രൂ ഊരിപ്പോയി. കണ്ടില്ലേ നോക്കിയാൽ എല്ലാവരും നല്ല ആക്റ്റീവ് തന്നെയാടാ. നമ്മളെല്ലാവരും സഹായിക്കുന്നുണ്ട് നല്ല രീതിയിൽ കണ്ടാ. ഇവിടുന്ന് സാധനം ഊരിപ്പോയി വരണം. ഇത് വേറെ സീനൊന്നുമില്ല. ആളപ്പോൾ വിളിച്ച് പറയാ വർക്ക്ഷോപ്പിൽ വിളിച്ച് പറഞ്ഞിട്ട് വരേണ്ട ആള്. വേറെ സീനൊന്നുമില്ല. കണ്ടില്ലേ ഇവിടുത്തെ വ്യൂ കണ്ടോ നിങ്ങളെ മക്കളെ? വേറെ വൈബ് തന്നെയാട്ടാ. നിന്നാണ് സ്ഥലം. പിന്നെ ആംബിയൻസിൻ്റെ ഗല്ലിയ നിന്നാണ് സ്ഥലേ സൂപ്പർ സ്ഥലമാണ്. 4 പേര് നമ്മളെ വട്ടമിട്ട് പിടിച്ചിട്ടുണ്ട്. അവർ പോകുമ്പോൾ നിന്ന് നമ്മൾ കിക്കർ അടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ. നമ്മൾ നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലായത്. എല്ലാവരും നല്ല ആക്റ്റീവ് തന്നെയാട്ടാ. വേറെ അവർ പറയാം നിങ്ങൾ ജൂണിൽ വരേണ്ടതായിരുന്നു, ശരിക്കും ഈ ഒരു മഞ്ഞുള്ള ടൈമിൽ എന്തിനാ വന്ന റിസ്ക് അല്ല അത് ഈ വണ്ടിയും എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തെങ്കിലും മെക്കാനിക്ക് വരണേ. അതിലടാ മിസ്സിങ് 2 വട്ടം വന്നോന്നല്ലേ? മിസ്സിങ് വന്നു ഇവിടെ വെച്ചപ്പോൾ കറക്റ്റ് കട്ടായി വണ്ടി. പിന്നെ എന്ത് ചെയ്തിട്ട് ഓണാവണില്ല. പിന്നെ നോക്കിയപ്പോൾ ഇത് എനിക്ക് തോന്നി ആ ചേട്ടൻ ഫുൾ ത്രോട്ട് കൊടുത്തിട്ടാണ്. നമ്മുടെ മെക്കാനിക്ക് എത്തിയിട്ടാ. നട്ടിൻ്റെ ഒരു പ്രശ്നമല്ല, പ്ലഗ് കംപ്ലൈൻ്റ് ആണെന്ന് പറയണേ. എൻ്റെ കഥ എന്നറിയില്ല, നോക്കട്ടെ. ചെറിയ ലോക്കാ. 1 മണിക്കൂർ പോസ്റ്റ് വന്നിട്ട് ആ ഗിഡിമോ വന്നേ കണ്ടാ. ഇതുമ്പോൾ നട്ടാണ് ഊരി പോയിട്ടാ. വണ്ടിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കുണ്ടും കുഴി കൂടെ വന്നപ്പോൾ ഊരി പോയതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. നിൽക്കേണ്ട ഒരു ആംബിയൻസ് ആണ് നിങ്ങൾ നോക്കിയാൽ. ദൂരെ കാണാൻ ഒക്കെ മറ്റേ സാധനം കേട്ടോ, മഞ്ഞുമല കണ്ടാ നോക്കിയാൽ. കഴിഞ്ഞു. ഇനി ഒരു 2 മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ പോവും. നമ്മൾ വിടാം. ഇവിടുത്തെ പണി കഴിഞ്ഞാൽ നമ്മൾ വിടാം നൈസായിട്ട്. ജോൺസാ ഓണല്ലടാ. വേറെ സീനൊന്നുമല്ലോ. എല്ലാം വേറെ അടുത്ത് കാണാം. പിന്നെന്താ പറയാ, ഒരു പ്രശ്നം എന്താ പറയുക, ഒരു വണ്ടി കംപ്ലൈന്റ് ആവലും അതുപോലെ ടയർ പഞ്ചർ ആവലും നമുക്കിതുവരെ ഈ ട്രിപ്പില് ഇത് കിട്ടിയില്ലട്ടാ. ടയർ പഞ്ചർ ആവല് കിട്ടി കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ എന്താ പറയുക പ്രശ്നങ്ങൾ വരുന്ന വെച്ചിട്ട് വരാണ്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ ഹെൽപ്പിംഗ് മൈൻഡായിട്ട് കുറേ പേര് വരും. പിന്നെ പരമാവധി ടൂൾസൊക്കെ കരുതാ. നമ്മുടെ ടൂൾസൊക്കെ ഉണ്ട്, പക്ഷേ മറ്റേ ഇതൊന്നുമില്ലാത്ത ഇത് നട്ട് അതുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ലോക്കായി. നട്ടാണ് ഊരിപ്പോയല്ലോ അതിലത്തെ. അപ്പോൾ പിന്നെ പ്ലഗിലേക്ക് വരുന്ന കൺവേർട്ടറിൻ്റെ ഒരു ഹോൾഡ് ചെയ്തേക്കുന്ന ഒരു നട്ടില്ലേ, ആ നട്ട് പോയി. വർക്കിംഗ് മോഡിലാട്ടോ. ഫൈനലി വർക്ക് പെൻഡിങ്ങാ. കാരണം അത് ഉള്ളിലത്തെയാണ് ആശയാശി. നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് ലൈസും ചായയും കുടിച്ചു. 1 മണിക്കൂർ പോസ്റ്റ് ഇട്ടല്ലേ. ഇനിയും എടുക്കാൻ മക്കളെ ഒരു 3000 സംതിങ് കിലോമീറ്റർ നാട്ടിലേക്ക്. ഇത് നൈസിൽ നോക്കാന്നുകൊണ്ട് ജോൺസ് പറയാൻ പറ്റില്ല. വേറെ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്നല്ല പറഞ്ഞാള്. കറണ്ട് വരുന്നില്ലാന്ന് നമ്മളെല്ലാം നോക്കി എന്നൊരു കഥ എന്നറിയില്ല. ലോക്ക് കിട്ടിയതാ. നമ്മൾ ഒരു 1.5 കിലോമീറ്റർ ഉന്തിയിട്ടും ചവിട്ടിയിട്ടൊക്കെ വണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ടാ. നോക്കിയാൽ ഒരാളുടെ വർക്ക്ഷോപ്പ് അല്ലേ. മറ്റേ പ്ലഗിലേക്ക് കറണ്ട് വരുന്നില്ല, അത്ര ഉള്ളു. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പോയി നൈസായിട്ട് ഫുഡ് അടിച്ചിട്ടാ നല്ല ജോൺസേ. അതല്ലത്. കാരണം ഇവിടെ ഒരു 1/2 മണിക്കൂർ നേരത്തെ പണിയുണ്ട്. ആളുടെ ടൂൾ കിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് നൈസായിട്ട് ഫുഡ് അടിച്ചിട്ട് വന്നിട്ട് പോയിട്ട് അപ്പോഴേക്ക് ആള് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ആശനെ. എന്നിട്ട് പോവാം.
നമ്മളൊരു 50 കിലോമീറ്റർ റോഡാണ് നമുക്ക് ഇന്ന്. റംബൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വരുമ്പോൾ എടുത്ത സെയിം റൂമിൽ നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യണേ കേട്ടാ. ഓ കുറേ ടൈപ്പിലുള്ള ബോക്സ് ഇരിക്കണ. എന്തായാലും സമയം കുറച്ച് പോയി കിട്ടി. ഇവിടെ ഇപ്പോൾ ആളെ ഭയങ്കര സ്പീഡായിട്ടാ പണി. വണ്ടി ഓൺ ആയിട്ടാ മക്കളെ. അതെ വണ്ടിക്ക് വായിച്ചി അതെ എന്താ പറയാ, വണ്ടി ഓൺ ആയിട്ടുണ്ട്. പ്ലഗ് മാറ്റി, പിന്നെ വേറെ എന്തൊക്കെയോ മാറ്റി ആള്. അപ്പൊ നമുക്കൊരു ഐസായിട്ട് ഫുഡ് അടിക്കാൻ പോവാം കേട്ടാ. ഇതേ കഴിക്കണ ഫുഡ് കണ്ടാ എന്തൊരു നോക്കിയാൽ സോയാബീല്ലേ അതുപോലെ സാധനം. എന്താ പറയാ, ഇതേപോലെ സോസേജ് ഇല്ലേ, സോയാബീൻ സോസേജിന്റെ വലിയ ഐറ്റം അല്ലേ ജോൺസേ? ഉരുളായിരുന്നു. പിന്നെ 2 മൂടുണ്ട്, ഒന്ന് എരിവുള്ളതും പിന്നെ പുളി കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാക്കണ നോക്കിയാൽ. ഇതിനെടുക്കുക, നൈസായിട്ട് ഇങ്ങനെ കഴിക്കുക, സൂപ്പറാ. മസാലയ്ക്ക് നല്ല സെയിം നമ്മുടെ നാട്ടിലത്തെ ഗ്രേവി തന്നെ കേട്ടോ. നമുക്ക് പതുക്കെ കഴിച്ചിട്ട് പോവാം. അതെ, അങ്ങനെ നമ്മൾ ഫുഡ് അടി കഴിഞ്ഞോ. നല്ല എന്താ പറയുക, മട്ടനായിരുന്നു. മട്ടൻ്റെ ഒരു പുളിയുള്ളതും ഒരു എന്താ പറയുക നല്ല മസാല കൂത്തുള്ളതായിരുന്നു. അത് കഴിച്ചു കണ്ടില്ലേ നോക്കിയാൻ, താജ് ഹോട്ടലിൽ നിന്ന്. അതെ നമ്മുടെ ചോട്ടുട്ടോ ബൈ അപ്ക നാം ബത്താവോ? ഷാക്കിർ. ഇവനാണ് ഇവിടുത്തെ മെയിൻ ഉണ്ടാവും കേട്ടോ, മുതലാളിയുടെ മോനാ. അപ്പോൾ അവനാണ് നമുക്ക് പറഞ്ഞത് 2 മസാല ഐറ്റം. കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ, അതാണ് ഷൂട്ട് ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ 2 മസാല ഐറ്റം ഉണ്ട്. അതിൽ 2 മട്ടൻ്റെ ബോളെന്ന് പറഞ്ഞു, മീറ്റ് ബോൾ. അപ്പോൾ ഒരു പുളിയുള്ളതും ഒരു ഇതും ടേസ്റ്റ് നോക്കി സൂപ്പറാന്ന് പറഞ്ഞു. അപ്പോൾ കാശ്മീരി ഫുഡും കൂടി കഴിച്ചു കേട്ടോ. നമുക്ക് വിടാം. നമ്മളോട് റംബൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പോണേ. അങ്ങനെ ആൾക്ക് ഒരു 150 രൂപ കൊടുത്തു. അത് നമ്മുടെ വണ്ടി സെറ്റായിട്ടുണ്ട് മൊത്തത്തിൽ. നമുക്ക് നൈസായിട്ട് വിടാം കേട്ടോ. ഇതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാടാ. അവർക്ക് നല്ല രീതിയിൽ സപ്പോർട്ടാണ്. കാരണം ഇത്ര ദൂരം ബൈക്കിലൊക്കെ ചോദിച്ചാൽ പ്രത്യേകിച്ച് ഈ RX സെൻറ്ററിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് നല്ല സപ്പോർട്ടായിരുന്നു. ഇനി നമുക്ക് പോവാം. ഇനി നമുക്ക് റൂം പിടിക്കാം. തണുകൂടി തുടങ്ങി. ഇവിടെ നല്ല രീതിയിൽ കാറ്റുണ്ട് കേട്ടോ. ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാലേ ആ ദൂരെ കണ്ടാണ്ടില്ലേ, അതൊക്കെ മഞ്ഞുമലേട്ടാ. നമുക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് ഹൈവേ കയറാം കേട്ടോ. അതേട്ടാ, ഇതേപോലെ അങ്ങോട്ട് പോസ്റ്റ് അടിച്ച് നോക്കിക്കണം. കണ്ടില്ലേ, അരമണിക്കൂർ നമ്മളിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കണു. ഇനി ഇവിടെ നിന്നൊരു 10-20 കിലോമീറ്റർ കഴിഞ്ഞാൽ ബോർഡറായി. ബോർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ കഴിയാൻ വേണ്ടി നിൽക്കുന്നുണ്ടല്ലേ. ട്രാഫിക് തുടങ്ങി. അതാ വൺ സൈഡ് മൊത്തം ബ്ലോക്കാം. ഇതുകൊണ്ടില്ലേ, ഇതേ മണ്ണിടിച്ചിട്ട് ഇതേ മണ്ണ് മാറ്റാട്ടാ. കണ്ട ഓക്കെ, ഇനി കുറേ കിലോമീറ്റർ തന്നെയാണ് JCBക്ക് മുമ്പിൽ. മണ്ണ് മാറ്റില്ലെങ്കിൽ വണ്ടി മൊത്തം ബ്ലോക്കാം. നേരത്തെ തന്നെ ബ്ലോക്കില്ലേ, അത് വിടുന്ന. നമുക്ക് ഈ വഴിയുള്ള അങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റില്ല. മെയിനായിട്ട് മഴ പെയ്ത് വഴുക്കിക്കൊണ്ടിരിക്കുക റോഡ്. പിന്നെ എന്താ, വണ്ടികൾ നല്ല രീതിയിൽ കയറി വരില്ല. പിന്നെ തണുപ്പ്. അങ്ങനെ ഇതേ നമ്മൾ ഇവിടെ എത്തിയിട്ടോ. ജമ്മുവിൽ തന്നെ എത്തിയണേ. ഇനി ഇവിടെ നിന്ന് നമ്മളിത് പഞ്ചാബ് റൂട്ട് കയറാം. നമ്മൾ ഇന്നലെ രാത്രി 10:30 എത്തിയപ്പോൾ 10:30 കഴിഞ്ഞിട്ടുണ്ടാവും എത്തിയപ്പോൾ. ഇന്ന് കണ്ടില്ലേ, ഇന്ന് ഭയങ്കര തണുപ്പാണ് അവിടെ. നമ്മൾ അന്ന് വന്നപ്പോൾ തന്നെ സെയിം ഹോട്ടലിൽ നിൽക്കണേ. അതുപോലെ ഇതൊന്നും ഊരിട്ട് പോലില്ലേ അവർ കണ്ടോ അന്ന്. അപ്പോൾ നമ്മളിന്ന് പഞ്ചാബ് പോകട്ടെ. പഞ്ചാബിലേക്ക് ഇവിടെ നിന്ന് 210 കിലോമീറ്റർ ഉണ്ട്. അതൊരു 4 മണിക്കൂർ യാത്ര എങ്ങനെ പോലെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അടിയെ പോവുക, ഫുഡ് കഴിക്കുക, നേരെ പഞ്ചാബ് റൂട്ട് കയറാം. അപ്പോൾ നമുക്ക് റൂട്ട് കാണാം. അങ്ങനെ നമുക്ക് പോവാട്ടോ. ഇതാണ് നമ്മുടെ പഞ്ചാബ് പോകാനുള്ള റൂട്ട് കേട്ടോ. നമ്മൾ നേരെ പോണത് ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടെ പോയിട്ട് റൂം എടുക്കുക. റൂം ബുക്ക് ചെയ്തിട്ടില്ല, നേരെ പോവുക, അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക, റൂം ബുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പഞ്ചാബ് പോവാം. ഇന്ന് ശരിക്കും നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. സാധാരണ ഈ ജമ്മുവിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ ഈ പഞ്ചാബിലോട്ട് കയറുമ്പോൾ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യണം. നമുക്ക് അതിൽ ഫുഡ് കഴിക്കാം. കാരണം രാവിലെ എനിക്ക് ഇറങ്ങാൻ തന്നെ
നമ്മളങ്ങനെ ഇതേ ഇവിടെ തറയിട്ട പത്താങ്കോട്ട് ഇതേ ചായ പിടിക്കാൻ നിൽക്കുക കണ്ടില്ലേ. ഇവിടെ ഈ പറഞ്ഞ പോലെ ഹെവി വണ്ടികളുടെ റൂട്ടായി പോകണ്ട. രാത്രിയിലാണ് ശരിക്കും ഈ വലിയ വണ്ടികളുടെ ഒരു തിരക്കുള്ളൂ. ഇപ്പം വരുന്ന വഴി കണ്ടില്ലേ, സൂപ്പർ വഴികളാണ്. പക്ഷേ പൊടി ഭയങ്കര പൊടിയാ. അതുപോലെ തണുപ്പിൽ നിന്ന് പെട്ടെന്ന് ചൂടിലേക്ക് വന്നപ്പോഴേ അതിൻ്റെ ഒരു ഇതുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്കൊരു ചായ കുടിക്കാം. ഇനി ഇവിടുന്ന് ഏകദേശം 100 ഉണ്ടാവുള്ളൂ കറക്റ്റ് എവിടേക്ക്, അമൃത്സർ പഞ്ചാബ്. പിന്നെ റേഞ്ച് വന്നുട്ടാ ഈ പഞ്ചാബ്, അതായത് ജമ്മു കാശ്മീർ കഴിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക ചറപറ മെസ്സേജും കോളുകളായിരുന്നു. ഈ പറഞ്ഞ ചൂടിന് പ്രശ്നം, ചൂട് പിടിക്കുക കഴിഞ്ഞൊരു വൃത്തിയായിട്ട് ചൂടാ വരണേ. അതിന് നമ്മുടെ ഇപ്പോൾ പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറണത്. അതായത് നമ്മുടെ ജമ്മു കാശ്മീർ കഴിഞ്ഞു പെട്ടെന്നാണ് ഇത് വന്നത്. ആ റേഞ്ച് വന്നില്ലേ. നമ്മളിപ്പോൾ യാത്രകൾ പോകുമ്പോൾ പ്രത്യേകിച്ചും ഒരു പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ എടുത്തുകൊണ്ട് നല്ല കേട്ടോ, പ്രത്യേകിച്ച് ഇവിടേക്ക് ജമ്മു കാശ്മീരിലേക്ക് ഇതാ, അത് മറക്കണ്ട. പിന്നെ ഞാൻ എന്തായാലും സിം എടുത്തത് എന്തായാലും കളയാൻ പോകില്ല. ഞാൻ എന്തായാലും അത് നമ്മുടെ ഒരു സിമ്മായിട്ട് തന്നെ യൂസ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. കാരണം അതിൽ MB പിന്നെ 400 പ്ലാനാണ് ചെയ്തേക്കണേ. ചെറുതായിട്ട് അത് ഒന്ന് മേക്കപ്പ് ചെയ്ത് പോവാം. ഈ ഹൽദിറാംസിൻ്റെ ഈ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഫേമസ് ഉള്ള പീനട്ട്, അതുപോലെ കത്താമിട്ട, ദാല് കണ്ടില്ലേ, മൂങ് ദാൽ സൂപ്പറാടാ. ചായ നമുക്ക് തിളക്കിണ്ടാവണ്ട. ചെറിയ രീതിയിൽ തണുപ്പുള്ളൂടാ. പിന്നെ ഒക്കെ എന്താ പറയാ വെയിലാ. നോക്കിയാൽ വെയിലടിക്കണേ വളരെ മുമ്പിലേക്ക് അടിക്കണണ്ടാ. മിക്കത് എന്താ പറയാ, ഇന്ന് ഗോൾഡൻ ടെമ്പിൾ പോകാൻ പ്ലാൻ ഉണ്ട് വൈകിട്ട്. എന്താവുമെന്ന് അറിയില്ല. പഞ്ചാബില് വാഗ ബോർഡർ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ കൊറോണയുടെ ഇഷ്യൂസ് കാരണം അവിടെ പരേഡൊന്നും നടക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും വാഗ ബോർഡർ പോകണില്ല. ഇവിടുന്ന് സംതിങ് കുറച്ചുകൂടി ഉണ്ട്. ഇവിടുന്ന് 100-നുള്ളിൽ തന്നെ പിന്നെയും പോകാണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് പോകാൻ പോകണം. ഗോൾഡൻ ടെമ്പിൾ മാത്രമേ കാണണല്ലോ. പിന്നെ നമുക്ക് നോക്കട്ടെ, എന്താണെങ്കിൽ നമുക്ക് വഴിയിൽ കാണാം. ഈ കടയുടെ ആളെ കാണിച്ചിട്ടാ ഞാൻ നമ്മുടെ കടയുടെ ആളെ കണ്ട. आपका नाम क्या है भैया? मेरा नाम है योगी हरवंशनाथ। योगी हरवंशनाथ। हाँ हाँ हाँ। और यूट्यूब में दिया है ना, हाँ जब नाम लेते हैं ना तो गुरुजी लिखा आ जाता है ऊपर गुरु। അതെ, ആളെ കഥ എന്താണെന്ന് വെച്ചാലേ, ഈ ഗഡിമോ എന്താണെന്ന് വെച്ചാലേ 33 വർഷമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലാന്ന്. 33 വർഷമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലാന്ന് മാത്രമല്ല, ഓൺലി കുടിക്കുന്നത് വെള്ളം, ചായ. ആളൊരു യോഗിയാണ്. അത് കാരണമാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് 33 ഞാൻ എടുത്തെടുത്ത് ചോദിച്ചത്. ആൾ കേരളത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് വരാറുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും അവർക്ക് പൊട്ട ചായ വെച്ച് കൊടുക്കില്ല, വെള്ളം കലർത്തിയിട്ടുള്ള പാലിലൊന്നും ചെയ്യില്ല. ആളൊരു യോഗിയാന്നാണ് പറയണത്. കണ്ടില്ലേ, കാണുമ്പോൾ എന്താ भाई आपका ताड़ी दिखाओ, ताड़ी देखो, एक खोलो भाई एक बार. ആളെ താടിയുടെ ലെങ്ത് കണ്ടോ നിങ്ങൾ, ബോധം പൂട്ടാ നോക്കിയേ. ആളെ ഒരു യോഗി വന്നിട്ടാ പറയണ കണ്ടാ. ഈശ്വര അടിവരുണ്ട് കണ്ടാ. എൻ്റെ പൊന്നോ, കഴിയുന്നില്ലത്. അടിവരുണ്ട്. എന്താ പറയാ, 33 വർഷമൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ? 33 വർഷം ഫുഡ് കഴിക്കണ്ട, വെള്ളം ചായ മാത്രം കുടിച്ചിട്ട് ഈ കടയിൽ കണ്ടാ. 33 വർഷം പഴക്കമുള്ള കടയാട്ടാ. നോക്കിയാൽ ആളുടെ താടിയില്ലേ, താടി എൻ്റെ എത്ര ഹൈറ്റ് ഉണ്ടെന്ന്, 5 അല്ലെങ്കിൽ 6 അടിയുടെ അടുത്ത് ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ ആള്. നോക്കിയാൽ കാണുമ്പോൾ എന്ത് പീസല്ല ആള്. നോക്കിയേ, വെറൈറ്റി മനുഷ്യൻ. സത്യം പറയല്ലോ, ഈ ഒരു യാത്രയിൽ ഞാൻ ഇങ്ങനത്തെ ഒരാളെ കണ്ടിട്ടില്ല. താടി വളർത്തിയിട്ടുള്ള ആളല്ല കേട്ടോ, താടി വളർത്തി ഇത്ര ലെങ്ത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആള് എന്താ പറയാ, ജട പിടിച്ചിട്ടുള്ള താടി എന്ന് പറയില്ല, അത് ലെങ്ത്ത് 6 അടിയുടെ അടുത്ത് വളർത്തേക്കാം. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ 33 വർഷമായി ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മുടെ മൈൻഡൊക്കെ പോയേ. ഈ കടയും 33 വർഷമായി ഉണ്ടല്ലേ. അവിടെ നിന്ന് വരുന്ന ആൾക്കാർക്ക് ചായ വെച്ച് കൊടുക്കുക, അതുപോലെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും ചായ വെച്ച് കൊടുക്കുക. ഫുള്ള് മെയിനായിട്ട് ചായയുടെ കടയിലത്തെ മെയിൻ. ആട്ടിൻ്റെ പാലാണ് 10 രൂപ വാങ്ങാനുള്ള പാവം. ഞാൻ ചായ കുടിച്ചപ്പോൾ ഒരു പ്രത്യേകത തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു നോക്കി ആടിൻ്റെ പാലില്ലെന്ന്. ആന്ന് പറഞ്ഞു. ആടിൻ്റെ പാലിൽ ലിറ്ററിന് 200 രൂപ കേട്ടോ ഇവിടെ ആൾ പറയാ. പക്ഷേ പോണവർക്ക് ഞങ്ങളങ്ങനെ ഒരു സേവ പോലെ ചെയ്യുന്നതാണ്. എന്താ ചെയ്യുക, ഇനി നമുക്ക് വൈകുമ്പോഴേക്കും റൂം പിടിക്കാം. അടുത്ത സ്റ്റോപ്പിന് റൂമിലാവട്ടോ.
കാരണം എന്താ പറയാ, ഇപ്പൊ 4:30 കഴിഞ്ഞു. ഇനി പെട്ടെന്ന് സൂര്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാവും. ഇതേ അങ്ങനെ ഇരുട്ടായി തുടങ്ങിട്ടാ. അതെ സൂര്യന്റെ അസ്തമിച്ചു തുടങ്ങി. എന്തില്ലേ അത്യാവശ്യം നല്ല ഹെവി റൂട്ട് തന്നെ കേട്ടോ. പക്ഷെ വണ്ടികൾ കയറി വരിക ഇടയ്ക്കിടയ്ക്ക്. നമ്മളിപ്പോൾ പെട്രോളിങ് കയറിയ കേട്ടോ. നമ്മൾ എന്താ പറയുക, ഒരു വട്ടം പണി ചെറുതായി കിട്ടിയതാ വഴിയിൽ. പക്ഷേ സ്റ്റക്കായില്ല. അപ്പം തന്നെ നമ്മൾ പമ്പ് എത്തിച്ചു. കണ്ടില്ലേ ഇവിടുത്തെ ഈ പഞ്ചാബിലത്തെ മെയിൻ കൃഷികൾ എന്താണെന്ന് വെച്ചാൽ പരുത്തിയുണ്ട്, പിന്നെ ഒരു തരത്തിലുള്ള പൂവുണ്ട്, പിന്നെ ഓറഞ്ച് കണ്ട അവിടെ അറ്റത്തുണ്ടായി നിൽക്കുന്നുണ്ട് ഓറഞ്ച് കണ്ട അവിടെ. പിന്നെ അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ബാർലി, ഗോതമ്പ്, കരിമ്പിൻ്റെ ഒരു സ്ഥലം നമ്മൾ കണ്ടതാ. നമ്മൾ പോകുമ്പോൾ നിർത്താം. ഇനി റൂട്ടിൽ കിട്ടുമെന്നറിയില്ല, നോക്കട്ടെ. പക്ഷെ അത് ഉള്ളിലായിരുന്നു, അത് കാരണം നമുക്ക് കയറാൻ പറ്റേണ്ടിരുന്നത്. പിന്നെന്താ കരിമ്പ്, അതുപോലെ എന്താ പിന്നെ സൂര്യകാന്തി, അങ്ങനെ കുറേ തരത്തിലുള്ള കൃഷികളുണ്ട് ഈ പഞ്ചാബിൽ. പിന്നെ ഇവിടുത്തുകാർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ്, അത് വേറെ ഒരു കാര്യം കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൽ എടുത്താണ് നമ്മൾ റൂം എടുക്കാൻ പോകണം. ഇവിടുന്ന് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 57 കിലോമീറ്റർ ഉണ്ട് കറക്റ്റ്. അപ്പോൾ അതേ പെട്രോൾ അടിക്കുക, നമ്മൾ വിടാം. പിന്നെ ഇവിടെ കർഷകരുടെ ഇഷ്യൂ നടക്കണില്ലേ, ഡൽഹിയിലും അതുപോലെ ഇവിടെയൊക്കെ കർഷകരുടെ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഒരു വട്ടം ബ്ലോക്ക് ചെയ്തു. അത് ഞാൻ ഈ ജമ്മുവിലത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ജമ്മു നമ്മൾ പോകുമ്പോൾ ശ്രീനഗറിലേക്ക് പോകുമ്പോൾ കണ്ടില്ല, ഇതൊക്കെ മറ്റേ തന്നെയാണ്. ആ വണ്ടി നിറച്ചൊക്കെ ഈ സമരത്തിനുള്ള ആൾക്കാരാണ്. ഇവരിവിടുന്ന് അങ്ങോട്ട് പോവാ ഡൽഹിയിലേക്ക്, അവിടെയല്ലേ മെയിൻ കലാപം. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ കുത്തി നിറച്ച് അവിടേക്ക് പോവാം. വിത്ത് ഇവരെല്ലാ ഫുഡും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സ്റ്റവും എന്താ പറയുക പച്ചക്കറിയും അതൊക്കെ ഇവിടേക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഇവരിതാ കണ്ടില്ലേ, നല്ല രീതിയിൽ ഇവരുടെ ഭാഗം ക്ലിയറാന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാട്ടോ. പാട്ട് വെച്ചിട്ട് എന്താ പറയുക, ഇവരുടെ വ്യവസായത്തിനെതിരായിട്ടുള്ള റൂള് പാസ് ചെയ്യുന്ന പറയണവർ. അപ്പോൾ അതിനെതിരായിട്ടുള്ള സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കണം. ഇവർ പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് അങ്ങോട്ട് പെട്രോളിൽ നിന്നൊക്കെ വരികയാണോ, ഇവരിവിടുന്ന് അങ്ങോട്ട് ഇവിടേക്ക് പോവാം, ഡൽഹി പോവാം. അവിടെയാണ് അതിൻ്റെ സ്പോട്ട് വരെ. ആ ഡൽഹിയിലേക്ക് കിടക്കാനുള്ള 5 ബോർഡർ വഴികളുണ്ട്, പുറത്തേക്ക് കിടക്കാനും അകത്തേക്ക് കയറാനും. അതൊക്കെ ലോക്ക്ഡാ. ഒരെണ്ണം ഓപ്പണാന്ന് പറയുന്നത് ഹരിയാന റൂട്ട്. എന്താണെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ റിസ്ക് എടുത്ത് ഡൽഹി കയറില്ല, ഈ ഒരു ഇഷ്യൂ കാരണം മാത്രം. അവിടെ സീനിഷാണ്ടൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സീനിഷാണ്ട് തന്നെ പറഞ്ഞു വരണ്ട സീനാന്നൊക്കെ. അപ്പോൾ പിന്നെ സീനില്ല, കണ്ടില്ലേ. കർഷകർക്ക് ഇവിടെ നീതി വേണം, അതാണ് അവരുടെ വാദം. എനിക്ക് മൊത്തം എന്താ ഈ പ്രശ്നം എനിക്കറിയില്ല കേട്ടോ. അത് കാരണം ഞാൻ അതിന് കൂടുതലൊന്നും പറയണില്ല. പക്ഷെ ഇവിടെ നമ്മുടെ കണ്ണിൽ മുമ്പിൽ കാണുന്ന കാര്യമാണ് ഞാൻ കാണിക്കണം കേട്ടോ. അതെ കണ്ടില്ലേ, വേറെ സീനൊന്നുമില്ല. ഒരു എന്താ പറയുക, പോണ വഴിയാടാ കണ്ടാ. നമ്മുടെ ഒപ്പം എന്തായി ഇവിടുത്തെ ഇവരുടെ മെയിൻ ലീഡർ ഉണ്ട്. അപ്പോൾ ആളോട് ചോദിച്ചൊക്കെ എന്നിട്ടാന്ന് അറിയാം. ചിലപ്പോൾ ആൾ പഞ്ചാബിലാവും സംസാരിക്കുക, ചിലപ്പോൾ ഹിന്ദിയിലാവും കേട്ടോ. എനിക്ക് പറ്റുന്ന പോലെ ഞാനത് തർജ്ജമ ചെയ്തുതരാം. ഓക്കെ भाई जी, आपका नाम? गुरपिंदर सिंह। ओके क्या हो गया एक्चुअली? ਜਿਹੜੇ ਮੋਦੀ ਨੇ 3 ਕਾਨੂੰਨ ਬਣਾਏ ਆ, ਕਿਸਾਨਾਂ ਦੇ ਗਲਤ ਬਣਾਏ ਆ, ਉਹਦੇ ਬੇਸ ਤੇ ਦਿੱਲੀ ਜਾ ਰਹੇ ਆ। ਪਿੰਡ ਕਾਲਾ ਨਕਲ, ਜ਼ਿਲ੍ਹਾ ਗੁਰਦਾਸਪੁਰ ਤੋਂ। ਅਸੀਂ ਹੁਣ ਜਾ ਕੇ ਉਹਦਾ ਪਿੱਟ ਸਿਆਪਾ ਕਰਾਂਗੇ। ਜੋ ਵੀ ਹੋਏਗਾ, ਜਦ ਤੱਕ ਕਾਨੂੰਨ ਰੱਦ ਨਹੀਂ ਕਰਦਾ ਤੱਕ ਵਾਪਸ ਨਹੀਂ ਪਰਤਦੇ। हाँ जी। आप इधर से दिल्ली जा रहे अभी? हाँ जी, आज ही आ रहे हैं। हाँ കണ്ടില്ലേ, മെയിനായിട്ടുള്ള ഇഷ്യൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ. എനിക്ക് അത്ര ആള് ഇതാ പറയണ പഞ്ചാബി പറയണ. അപ്പോൾ മെയിനായിട്ടുള്ള ഇഷ്യൂ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ബില്ല് എന്തോ പാസ്സാക്കിയിട്ടില്ലേ അടുത്ത്, അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി എന്ന് പറയണ മെയിനായിട്ട്. ഇപ്പോൾ ഇവർ ഈ ടീം 2 വണ്ടിയായിട്ട് ഇവിടുന്ന് പോകണം കേട്ടോ. കണ്ട ഇതും ഈ 2 വണ്ടി ഉൾപ്പെടെ പിന്നിൽ വേറെ കുറേ വണ്ടികൾ പല സ്ഥലത്ത് ടെൻ്റ് അടിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇവർ ഡൽഹി പോവാം, മനസ്സിലായ? അപ്പം അങ്ങനെ ടീക്ക് ജി, ധന്യവാദ്. അപ്പം അങ്ങനെ കണ്ടില്ലേ, ഇവർ ഫുൾ സപ്പോർട്ട് വെച്ചാൽ പാട്ടൊക്കെ വെച്ചിട്ട് ഹെവി അടിച്ചിട്ട് പോകണട്ടാ. നോക്കിയാൽ കണ്ടാ കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ അലമ്പ് നടക്കണം. കണ്ടാ മോദി
സർക്കാർ ശരിയില്ലെന്നാ പറയണ. എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള ഡ്യൂട്ടിയായിട്ട് അവരുടെ ഇപ്പം കണ്ടാ ഒരു വണ്ടി ഉണ്ടല്ലേ മിലിറ്ററി സീരീസ് ഇറക്കിയാണ് അറിയണ. ഓക്കെ എന്തൊക്കെയാണാവോ കയറ്. സെക്കൻഡ് ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്, തേർഡ്. ഇത് പാർക്കാന്ന് തോന്നുന്നുണ്ട് പി. അപ്പൊ നമുക്കിനി പോവാം. നമ്മുടെ വണ്ടി അവിടെ പെട്രോൾ അടിച്ച് സെറ്റാ പോവാനി. കണ്ടില്ലേ സ്പീക്കറൊക്കെ ഉണ്ടടാ, മൊത്തം സെറ്റാ. ഓക്കെ കണ്ടില്ലേ ഇവര് നമുക്ക് തന്നാടാ. നമ്മൾ മലയാളികളാന്ന് പറഞ്ഞപ്പോ ചായ തന്നു. ചായ ഇല്ല കാപ്പിയാ തോണ്ടല്ലേ. കാപ്പിയാ ഇവരുണ്ടാക്കിയപ്പോ നോക്കിയാ കണ്ടാ കാപ്പി ഉണ്ടാക്കി വെച്ചേക്കണ. റേഞ്ച് കണ്ട നിങ്ങൾ ഇവരുടെ അടിപൊളി കാപ്പി, ചിന്തിക്കാനുള്ള കാപ്പി. എന്താ പറയാ ഇവര് ഈ ഒരു ഡ്രൈവർ നിറച്ച് കാപ്പി ഉണ്ടാക്കി വെച്ചേക്ക. അതിനുണ്ടോ കാപ്പി സൂപ്പർ അല്ലേ? ഫിൽട്ടർ കോപ്പിയിലാണ് അപ്പേ വരില്ലേ ഫിൽട്ടർ കോപ്പിയുടെ. നോക്കിയാ വണ്ടി പോണണ്ട അവരുടെ എങ്ങനെയുണ്ട് ഇതല്ലേ. മോദി സർക്കാരിനെ എതിരാണ്. മോദി സർക്കാരിന് ഭയങ്കരമായിട്ട് മോദി എന്ന് പറയാൻ പറ്റില്ല. അമ്മ ഇട്ടി കിട്ടി ചിലപ്പോ ഇവരേ മോദി എന്ന് പതുക്കെ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഇട്ടി കിട്ടി ചിലപ്പോ വരുന്നത്. ആടാ ഇവരെ എന്തോ ഒരു ബില്ല് പാസ്സാക്കിയിരുന്നു. ആ ബില്ല് പാസ്സാക്കിയില്ല ഇവർക്ക് ഭയങ്കര അടി കിട്ടണ ഒരു സ്കീമാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഭയങ്കരമായിട്ട് കലാപം നടക്കണമെന്ന് അറിയാം ഈ നോർത്ത് സൈഡിൽ, പ്രത്യേകിച്ച് ഡൽഹി പഞ്ചാബിലൊക്കെ. നമുക്ക് വിട്ടാലേ ജോൺസേ നമുക്ക് ചായ ഒരു രക്ഷയില്ലാട്ടാ. കുടിച്ചേല് ഏറ്റവും ബെസ്റ്റ് ചായ ഏട്ടാ ഞങ്ങൾ കുടിച്ചേല്. ചായകൾ കുടിച്ചേല് ചായ അല്ല മാമ, ഇത് കാപ്പിയാ. കാപ്പി അപ്പൊ ഞങ്ങൾ കുടിച്ചേല് അമൃത്സർ പറയാൻ തുടങ്ങിട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ ലൊക്കേറ്റ് ചെയ്തതാണ്. 6 കിലോമീറ്ററല്ലോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ ഇവരുടെ ബസ് സ്റ്റോപ്പാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിട്ടോ. അതെ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിട്ടോ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ജമ്മു അല്ല ശ്രീനഗറിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തിയതാ, പഞ്ചാബ് വരെ എത്തിയതാ. അതിനിടയിൽ നമ്മൾ ഒരു ദിവസം ഹോട്ടലിൽ സ്റ്റേ അടിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നെന്താ അതായത് പഞ്ചാബിലെ നല്ല ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ ക്ലൈമറ്റാണ്. ആവശ്യത്തിന് ചൂട്, ആവശ്യത്തിന് തണുപ്പ്. അല്ലടാ കോട ഉണ്ടായിരുന്നില്ല പിന്നെ വഴിക്ക്. പക്ഷെ നല്ല ഉറക്കക്ഷീണം ഉണ്ട്. അപ്പോൾ പോയി ഉറങ്ങാൻ പോവാ, ഫുഡ് കഴിക്കണം. അതൊന്നും കാണിക്കില്ലേ. പക്ഷേ പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടോ 150 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡൻ ടെമ്പിളായി. അപ്പോൾ നാളെ നമുക്ക് അത് കാണാം. ഓക്കെ അപ്പോൾ ചാനലിൽ പേര് ആരും മറക്കരുതോ. സ്മൈൽ ബിഗിൻസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ജോൺസ് അമർത്തിയോളോ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.